വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബെന്നി നമ്മളെ തയ്ച്ചതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളെ മറ്റേ രണ്ട് വീഡിയോയും കണ്ടാലേ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവും ഗൈസ്. നമ്മളാരും സപ്പോർട്ടിങ് ഇല്ല ഗൈസ്, നമുക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ബാങ്കിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. മെയിൻ ബാങ്കാണ് ഈ സെറ്റിൽ, ആദ്യത്തെ മെയിൻ ബാങ്ക്. ഇവിടെ കയറി നമുക്ക് ഇതിനാണ് വന്നതെന്ന് പറഞ്ഞാൽ ബെന്നിയുടെ തട്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത്. അപ്പോൾ നമ്മൾ ബെന്നിയുടെ പേരിലുള്ള സ്വത്തൊക്കെ എഴുതിയെടുക്കാൻ വന്നേന് നമ്മളെടുത്തിട്ട്. ബെന്നിയുടെ പേരിൽ നമ്മളാണ് ബെന്നിക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കണേ. ആ ബ്ലൂ കൊണീസെഗ് വരെ നമ്മളാണ് ബെന്നിക്ക് വാങ്ങിച്ചു കൊടുത്തത്. ആ ബെന്നിയുടെ ഈ ഏരിയയിൽ ഒരു വീട്ടിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ വെക്കും. അതിൻ്റെ സ്പെയർ കീ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അവൻ അറിഞ്ഞൂടാ ബെന്നിയൊക്കെ തന്നെ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ സ്വത്തൊക്കെ എഴുതിയിട്ടാണ് ഗൈസ് നമ്മളെ പേരിലോട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ആധാരം കാര്യങ്ങളൊക്കെ നമ്മളെ പേരിലോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ബെന്നി താമസിച്ച വീടിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവിടെ നമ്മളെ വണ്ടികളെല്ലാം ആ വീട്ടിലാണ് ഗൈസ് ഇരിക്കുന്നത്. നമ്മളിതാ വീട്ടിലോട്ട് എത്തിക്കൊണ്ട് നമ്മളെ 3 വണ്ടി. ഓക്കെ, ഇതേതാ വണ്ടി? നമ്മുടെ വിമാക്സ് നമ്മളതാണ്. ആ ഏത് നമ്മളെ തന്നെ, നമ്മളെ വിമാക്സ്. നമ്മൾ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മളെടുത്തിട്ട് ഇപ്പോൾ അത് ബെന്നിക്ക് കൊടുത്ത് ബെന്നിയുടെ അടുത്ത് ഉപയോഗിച്ചോളാൻ പറഞ്ഞിരുന്നത്. കൊണീസെഗ് അവിടെയാണ് കിടക്കണത്. കാണിച്ചു തരാം. കൊണീസെഗ് കാണിച്ചു തരാം കേസ്. നമ്മൾ നേരെ കൊണീസെഗിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. കിടക്കണ കേസ്, ചേർക്കാൻ കിടക്കണണ്ട. നമ്മളെ ഈ വണ്ടികളെല്ലാം നമുക്ക് ലോറി വിളിച്ചതി കയറ്റാം. നമുക്ക് ദാമോദരൻ്റെ ലോറി, ദാമോദരനല്ല പ്രഭാകരനും അവൻ്റെ പേരും മറന്നു പോകണല്ലേ. ഹലോ എടാ പ്രഭാകരൻ മോനെ, നിൻ്റെ ലോറി ഇങ്ങോട്ട് അയച്ചാറാ. ആ ശരി മുതലാളി, ശരി. ഇതിൽ അനുസരണുള്ള സ്റ്റാഫാണ്. നമുക്ക് ലോറി എത്തിയിട്ട് കാണാം, വണ്ടിയൊക്കെ കയറ്റി. അപ്പോൾ ഗായ്സ് പ്രഭാകരൻ ലോറിയൊക്കെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് നമ്മൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളൊക്കെ. ഇപ്പോഴാണ് നമ്മൾ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. പ്രഭാകരൻ ലോറി മാത്രമേ പറഞ്ഞുവിടൂ, പ്രഭാകരൻ വന്നില്ല ഗൈസ്. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകണം. നമ്മൾ ഈ പോകണമെങ്കിൽ ലോറിക്ക് ഒരു കളർ അടിച്ചാലേ കയറ്റി. നമുക്ക് ലോറിക്ക് കളർ അടിക്കാം. ഇവിടെ അടുത്തൊരു കളർ ഷോപ്പുണ്ട്, കളർ അടിച്ചിട്ട് കാണാം ഗൈസ്, അല്ലെങ്കിൽ ലാഗാവും. ഇപ്പം ഗൈസ് നമ്മളിതാ ഇങ്ങനെ എൻ്റെ മോനെ നമ്മളിതാ വണ്ടിയൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നമ്മളെ പുതിയ വീട്ടിലല്ല, പഴയ വീട്ടിലല്ല ഗൈസ് വയ്ക്കാൻ പോണത്. നമ്മൾ വേറൊരു വീട്ടിലാണ്. മനസ്സിലായി ഗൈസ്, നമ്മളെ പുതിയ വീട്ടിലാണ് ഈ വണ്ടിയൊക്കെ നമ്മൾ വയ്ക്കാൻ പോണത്. കൊണീസെഗൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരണം ഗൈസ്. ഇനി നമുക്ക് നമ്മളെ പ്രഭു ഉണ്ടല്ലോ, പ്രഭാകരൻ, വണ്ടികളൊക്കെ നമുക്കിനിയിപ്പോൾ അടുത്ത് ഇതിയൊക്കെ വരും ഗൈസ്. എല്ലാം നല്ല പണിയാണ് ഗൈസ്, സീനാണ്. നമ്മളിപ്പോൾ റിച്ചാണ് ഗൈസ്, റിച്ച് മാൻ. വണ്ടിയൊക്കെ 10,000 കസ്റ്റമൈസേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകും ഗൈസ്. എന്തരായിരുന്നു ഇത്? 500, 100, 200 രൂപയുടെ കസ്റ്റമൈസേഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി കണ്ടിരുന്നത് ഞാനാണ്. ഇനി പാവപ്പെട്ടവനായിരുന്നു. ഇപ്പോൾ നമ്മൾ പണക്കാരനായിരുന്നു ഗൈസ് പണ്ടോ. നമ്മൾ പ്രൗഢിയെ മറക്കൂല ഗൈസ്. KTM മുടക്കാം. ആൾക്കാർക്ക് മനസ്സിലായി കാട്ടും നമ്മളെവിടെ നിന്ന്. നമ്മൾ വന്നാലാണ് ഈ RC ഒക്കെ ഇങ്ങനെ കഴുകി കുട്ടപ്പനാക്കി വെക്കണം. നമ്മൾ കട്ടയ സമയം കൊണ്ട് പ്രഭാകരൻ്റെ പറഞ്ഞിട്ട് പ്രഭാകരൻ ഓരോ ഓസൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെള്ളമൊക്കെ അടിച്ച് നനച്ചിട്ടാണ് ഗൈസ് വണ്ടികൾ തിളങ്ങി പളപളാന്ന് കിടക്കണം. അന്തസ് വണ്ടിയൊക്കെ എടുത്ത് ഇറക്കിയിട്ടാണ് ഗൈസ് വണ്ടി എടുത്ത് കയറുന്നതിന് മുമ്പ് നമ്മൾ കാര്യം പറയണ്ടേ. നമ്മൾ ചിലപ്പോൾ ഈ ആക്റ്റീവ നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. നമ്മളൊരു സ്കൂട്ടർ എടുക്കും ഗൈസ് ചിലപ്പം. അത് ഈ മോഡലൊന്നുമല്ല, നല്ലൊരു സൂപ്പർ മോഡലാണ്. നല്ലൊരു കളറൊക്കെ അടിച്ച് സൂപ്പറൊക്കെ എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി വെക്കണം വണ്ടിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. പോലീസ് നമ്മളെ സീസ് ചെയ്തുകൊണ്ട് 2 വണ്ടി നമ്മളെ പ്രഭാകരൻ
വന്നപ്പോൾ നമ്മളെ കൂട്ടുകാരോട് അടുത്ത് വന്നിട്ടുണ്ട്. പ്രഭാകരനെ കൊണ്ട് നമ്മൾ സാധനത്തിൽ ഒപ്പിടിപ്പിച്ചായി. പ്രഭാകരൻ നമ്മളെ ചതിക്കുകയാണെങ്കിൽ പ്രഭാകരനെ നമ്മൾ തട്ടും. അതിന് പ്രഭാകരന് സമ്മതമാണോ എന്ന് വെച്ചാൽ പ്രഭാകരൻ പറഞ്ഞ് സമ്മതമാണ് മുതലാളി, ഞാൻ മുതലാളി ചതിക്കൂല. പ്രഭാകരൻ ഈസ് അപ്പോയിൻറ്റഡ്. നമ്മൾ വലിയൊരു ബ്ലാക്ക് ഷീറ്റ് ഒട്ടിക്കെന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് കാലത്തേക്ക് ഒട്ടിച്ചോളാം. നമ്മൾ വലിച്ചു പൊട്ടിച്ച് കളഞ്ഞതൊക്കെ. അപ്പോൾ നമ്മൾ ഗോൾഡ് റോൾസ് റോയ്സ് ചെയ്തു. നമ്മൾ കുറച്ച് ദൂരം പോകേണ്ടി വരും ഗൈസ്. നമ്മൾ ഈ ടാർസൺ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു ചെറുക്ക നമ്മളെ കൂട്ടുകാരൻ, അവന് ടാർസ ഓടിച്ചു നോക്കണമെന്ന് നമ്മളത് കുറേ നാളുകൊണ്ട് പറയായിരുന്നു. നമ്മളെ വണ്ടി എപ്പോഴൊക്കെയാണ് സ്റ്റേഷനിലായത്. ചെറുക്കൻ ചിലപ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് ഓടിക്കാൻ വേണ്ടി. ചിലപ്പോൾ എനിക്കങ്ങനെ ചാൻസ് ഒന്നും തോന്നില്ല, അവൻ പാവമാണ്. അവൻ നമ്മളത് ചോദിക്കാറുണ്ട് എടുക്കൂല. അവൻ്റെ കൂടെ മറ്റേ വേറെ 2-3 കൂടെ ഉണ്ടായിരുന്നു കൂട്ടുകാരന്മാർ. ആരും നമ്മളത് ചോദിക്കാൻ വേണ്ടി എടുക്കില്ലെങ്കിലും താക്കോലൊക്കെ തിരിക്കും നമ്മളെല്ലാം വണ്ടിയിൽ പിടിച്ചോന്. ഇപ്പം ബെന്നിയുടെ കൊണീസഗ് അവിടെ കിടക്കുകയാണ്. പൊട്ടൻ്റെ കൊണീസഗ് നമുക്ക് കത്തിയാൻ കേസ് നാളെ കത്തിച്ച് വിടിയിടും. നാളെ കൈസ് നമ്മൾ ബെന്നിയുടെ കൊണീസഗ് 50 സ്റ്റിക്കി ബോംബ് വെച്ച് എയർപോർട്ടിൻ്റെ നടുക്ക് ഒരു പ്ലെയിനും കൂടെ ഇട്ട് കത്തിക്കും ഗൈസ്. അമ്മാതിരി ബെന്നി നമ്മൾ പണിയും ഗൈസ്. ആരും എടുത്തോണ്ട് പോയില്ലേ സ്റ്റാർസ്, നമ്മുടെ പിള്ളേരൊന്നും എടുത്തോണ്ട് പോയിട്ടില്ല. അമ്മാതിരി പണി ഞാൻ ബെന്നിക്കിട്ട് പണിയില്ലേ. നമ്മളെ ഷോറൂമൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചേ. ഒരു വണ്ടിയില്ല നമ്മളെ ഷോറൂമിൽ, ഒറ്റ വണ്ടിയില്ല. ഇതാറ ഷോറൂമെന്ന് കണ്ടാൽ തോന്നിപ്പോലെ. ഇതിൽ പ്രഭാകരൻ നല്ലോണം ഷോറൂം ബെന്നിയെ പോലെ ആലസാദ്യ ഒന്നും കാണിക്കാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഭാകരനിലാണ് എൻ്റെ ഏക പൊട്ടി കേട്ടാ പൊട്ടില്ല. പ്രഭാകരനിലാണ് എൻ്റെ ഏക പ്രതീക്ഷ. ഇനിയിപ്പം പൊട്ടൻ പഞ്ഞി പോയി, അവനെ കൊണ്ടിച്ച് ഇനി ആലോചിക്കേണ്ട കാര്യമില്ല. പ്രഭാകരൻ മെക്കാനിക്ക് ചതിക്കൂല, അത് വേറെ കാര്യം. അവനിക്ക് ഒപ്പിട്ട് തന്നെയാണ് എഴുതി. എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ മുതലാളിയിൽ കൂടെ കാണും. മരിച്ചാലോ എന്നെ വെറുതെ വിടൂലേ. ബെന്നി സൈൻ ചെയ്തോണ്ടാണ് അവൻ പെട്ടെന്ന് മരിച്ചു പോയത്. ബെന്നിക്ക് തന്നെ പ്രത്യേകിച്ച് കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഭാര്യനോ മക്കളിനോ നമുക്കില്ല, അതുകൊണ്ട് തന്നെ സീൻലൈസ്. ഇതേതാറായി ബുഗാട്ടി. എടാ വായെ വണ്ടി എടുത്തിൻ്റെ വീട്ടിൽ പോടാർക്ക, വണ്ടി എടുത്തിൻ്റെ വീട്ടിൽ പോകും. ചേട്ടാ ഞാൻ ശരിയാക്കി തരണം വണ്ടി. ഇതൊക്കെ എന്താണ് ചേട്ടാ, സൂക്ഷിക്കണ്ടേ വണ്ടിയൊക്കെ. അവിടെ പതിക്ക് ജസ്റ്റ് ഒന്ന് തട്ടിച്ച് തരാം ഞാനങ്ങ്. എടാ മോനെ വേണ്ടോ, കുഴപ്പമില്ല, നിൻ്റെ ഗോൾഡൻ വണ്ടിയല്ലേ, അതെ അഴുക്കായാലോ സീനാണ്ടോ. വേണ്ടോ മോനെ, നിൻ്റെ ഗോൾഡൻ വണ്ടിയല്ലേ, അത് അഴുക്കായ സീനാവും. അല്ല നീ എൻ്റെ വണ്ടിയുടെ ബ്ലൂ പെയിൻ്റ് എല്ലാം പൊട്ടിയോളോ സീനാവും. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, ചേട്ടന് നമ്മൾ വായിച്ചിരും ചേട്ടാ, അത്രേ ഉള്ളു ചേട്ടാ. സെറ്റില്ലേ? ഓളോ സെറ്റ്. ഓ കള്ളക്കളവ ഇതിൽ ഷോണില്ല നീ ഇന്ന് ഈ ഇടിയും കൊണ്ടിട്ടേ പോകും കേട്ടോ. നമുക്ക് വണ്ടി ശരിയാക്കാൻ പൈസ ഉണ്ട്, അവന് വണ്ടി ശരിയാക്കാൻ പൈസ പോലും ഇല്ലാത്തവനാണ്. ചെറുക്കോ എന്തിനോ കാണിക്കണോ, വണ്ടി സ്ക്രാച്ചോണോ? എൻ്റെ ഗോൾഡൻ വണ്ടിയാണുള്ളത്, നിന്നോട് വണ്ടി പറഞ്ഞില്ലേ. അപ്പം ഗൈസ് നമ്മളാ വണ്ടി കൊണ്ടിടുന്നുണ്ട് ഗൈസ്. എൻ്റെ അളിയാ ഗൈസ്, ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്. നമ്മൾ സെൻറ്റിമെൻ്റ് ആവും ഗൈസ്, നമ്മൾ സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിരിക്കും ഗൈസ്. ആരും നമ്മളെ വീട് സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നമുക്കത് ഈ ലോകത്തിൽ വിഷമം തരുന്നൊരു കാര്യമാണ് ഗൈസ്. കാര്യം ഞങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ മുതൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം ഗൈസ്.
ഞാൻ കരയും, കുണ്ണുബാബ കരയും, കുണ്ണുബാബയ്ക്ക് വിഷമവും ഒക്കെ. ബെന്നീൻ്റെ കൊണീസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കാണാം ഗൈസ്. അതിപ്പം കൊണ്ട് ആണി അപ്പം കത്തിക്കും ഗൈസ്. ഇപ്പം തന്നെ നമുക്ക് കത്തിക്കാം ഗൈസ്. പ്രഭാകര ഫുൾ സെറ്റ്. നമ്മൾ പ്രഭാകരൻ്റെ അടുത്ത് മൈക്കിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. പ്രഭാകര ഞാൻ പൊട്ടിക്കാൻ പോകണം കേട്ടോ, പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോകണം നമ്മളെ സ്ഥലത്തോട്ട് ഗൈസ്. നമ്മുടെ ഒരു കൂട്ടുകാരന് ചിലപ്പോൾ റോൾസ് റോയ്സ് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ നീ റോൾസ് റോയ്സ് ഓടിച്ച് ഷോ കാണിച്ചോന്ന്. വായി നോക്കാനാണ് നമ്മൾ വണ്ടി കൊടുത്ത്. പ്രഭാകര ഓൾ സെറ്റ്. പ്ലെയിനും കാറുമാണ് പ്രഭാകര. പൈസ സ്റ്റിക്കി ബോംബ്. അപ്പം ഗായ് സെറ്റായിട്ടുണ്ട്. ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചില്ല. അതാണ് ഈ തെറിച്ച് എന്തോ അല്ലേ നമുക്ക് പറഞ്ഞൂടെ. ഓടിത്തള്ളിക്കോ ഓടിത്തള്ളിയിട്ടുണ്ട് ഈ നമ്മള്. ബെന്നിയുടെ വണ്ടി അവൻ്റെ ഒന്നും വേണ്ട ഈസിന് ഇവിടെ ഈ ലോകത്ത് വേണ്ട ഈസ് അവൻ്റെ ഒന്നും. ഞാൻ ഈ ലോകത്തിന് ജീവിക്കില്ല, മരിച്ചു പോയവനാണ് അവൻ. എന്നാലും ഞാൻ പുറത്തേ വിടില്ല ഈസ്. നമ്മളെ വണ്ടിയും കൊണ്ടാണ് ഈ നമ്മളിവിടെ വന്ന് നമ്മൾ തിരിച്ച് വണ്ടിയും കൊണ്ടുപോകാം. അപ്പം ഗായ്സ് ഇത് നമ്മളെ പ്രഭാകരൻ്റെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. നമ്മളിങ്ങ് എടുത്തുകൊണ്ട് വന്നു. പ്രഭാകരൻ ടാക്സിയിൽ അല്ല വന്നത്, ടാക്സിക്കാരൻ പിറകെ വന്നു, പ്രഭാകരൻ ബൈക്കിൽ വന്നു. എല്ലാവരും റോൾസ് റോയ്സ് എടുത്തുകൊണ്ട് പോയില്ലേ. ലീവന്മാരെ കൊണ്ട് അലസത എടുത്തുകൊണ്ട് പോയി. ഇത്ര ഉള്ളൂ. ഇന്നൊക്കെയാണ് ഏത് വണ്ടി വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകും. ബെനലി നമുക്ക് പ്രഭാകരൻ്റെ ഒരു ബൈക്കാണ് ഈ പ്രഭാകരൻ്റെ. ഇഷ്ടപ്പെട്ടാൽ നമ്മളങ്ങ് എടുക്കും. അത്ര ഉള്ളൂ. നമ്മൾ എത്ര പൈസ ഓടിക്കാനും എടുക്കും പൈസ വണ്ടി. 2 ബെനലി വാങ്ങിക്കാനുള്ള പൈസ പ്രഭാകരൻ കൊടുക്കും. പ്രഭാകരൻ നമുക്ക് ഇത്രയും സത്യം ചെയ്ത് നമ്മൾ ഒരു പട്ടിയാണ് പ്രഭാകരായി പറയാം ഗൈസ്. നമ്മൾ ആ സെയിം മോഡൽ ഗവർമെൻഷിപ്പ് അടിഞ്ഞെന്ന് വെച്ചാൽ കൈസർ മോനെ വാടാ കൈസറേ, എൻ്റെ പൊന്നും മോൻ കൈസർ മോനെ. ആ കച്ചിയുടെ ചക്കര കൈസർ മോനെ വാടാ. കൈസറേ വാ കൈസറിൻ്റെ വണ്ടി കയറ്റിയത് കൊണ്ടുപോകാം. വണ്ടി കയറണ കൈസറേ, വണ്ടി കയറണം കേട്ടാ. എക്കൊക്കെ കയറുന്ന പോലെ കയറണം വണ്ടിക്കകത്ത്. കയറ് കൈസറേ അങ്ങോട്ട്. പട്ടി അങ്ങോട്ട് കയറെൻ്റെ വണ്ടിയിൽ. വണ്ടി അളച്ചിറത്തണം ഇങ്ങനെ കയറിയില്ലെങ്കിൽ അടിച്ചിട്ട് വെച്ച് കയറ്. ഇത്ര ഉള്ളൂ കൈസർ മോൻ കയറും. അനുസരണക്കാര് എടാ അനുസരണക്കാര. അല്ല ഇവിടെ എന്തോ നടന്നല്ലേ, ഞാൻ ഒന്നും കണ്ടില്ലേ. ഇതാറോ പാവച്ചോടാ, ഏതാ ഒരു പട്ടി ഇവിടെ ചത്ത് കിടക്കണ്. ഞാൻ വച്ചൊന്നുമല്ലേ കൈസാറിൻ്റെ. അവൻ്റെ പേരിൽ തലയിൽ കുറ്റം കെട്ടി. നീ കൈസാറിനെ എൻ്റെ പട്ടി അടിച്ചിട്ടാടാ. എടാ അവൻ്റെ പട്ടി അടിച്ചിട്ട് പോയി പാവം പൈസ ഉണ്ടാവാ നിനക്ക്. അല്ലല്ലോ, നീയാണല്ലോ ഇവിടെ നിൻ്റെ പട്ടിയെ അടിച്ചിട്ടത്. അടിച്ചു കൊന്നത് പോലെ എന്നിട്ട് അവൻ കണ്ടവരെ തലയിൽ കുറ്റം കെട്ടി വീട്. നീ പറ, ഞാനാണ് അതിനടിച്ചു കൊന്ന? ഞാനാണ് അതിനടിച്ചു കൊന്ന? ഞാനാണ്? അത് അവൻ്റെ കുറ്റം. ഇനിപ്പറ, ഞാനാണ് അടിച്ചു കൊന്ന? ഒട്ടല്ല, അത് അവൻ്റെ മാത്രം കുറ്റമാണ്. അവൻ്റെ കാരണം കുറ്റം അടിച്ചോണ്ട് ചെയ്യണം. പാവപ്പെട്ട പട്ടി അടിച്ചു കൊന്നേക്കണ്. ഡോ നീയല്ലടാ. എടോ നീയല്ലോ ചെയ്തോ. നീയല്ലടാ, നീയല്ല. നിനക്കൊക്കെ ഇതിന് പേടിയുണ്ടല്ലോടാ. കൊട്ടോ ആണ് ശബ്ദം. നമ്മൾ ഈ തോക്കിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചേരാം ഗൈസ്. ലൈക്കോ ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. അപ്പോൾ ബൈ. നമുക്ക് നാളത്തെ അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തിയ നമ്മളെ പുതിയതായിട്ട് വരുന്ന വീഡിയോയുടെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.